നെക്സ്റ്റ് ടോപ്പിക് ഈസ് വാക്ക്, പാത്ത് ആൻഡ് സർക്യൂട്ട്. വാക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഗ്രാഫിലെ ഒരു സീക്വൻസ് ഓഫ് വെർട്ടീസസ് ആൻഡ് എഡ്ജസ്. അപ്പോൾ ഫസ്റ്റ് ഒരു വെർട്ടെക്സ്, പിന്നെ ഒരു എഡ്ജ്, പിന്നെ ഒരു വെർട്ടെക്സ്, ഒരു എഡ്ജ്, അങ്ങനെ ആയിരിക്കും പോകുക. അതുകൊണ്ടാണ് ഇറ്റ്സ് ഡിഫൈൻഡ് ആസ് എ ഫൈനൈറ്റ് ഓൾട്ടർനേറ്റിംഗ് സീക്വൻസ് ഓഫ് വെർട്ടീസ് ആൻഡ് എഡ്ജസ്. തുടങ്ങുന്നത് അവസാനിക്കുന്നത് എവിടെയായിരിക്കും? ഓരോ വെർട്ടെക്സിലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു വെർട്ടെക്സിൻ്റെ ഇടയ്ക്ക് എന്തുണ്ടാവും? രണ്ട് വെർട്ടെക്സുകൾക്ക് ഇടയ്ക്ക് ഒരു എഡ്ജ് ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ഒരു വെർട്ടെക്സ് അടുത്തൊരു എഡ്ജ് ട്രാവേഴ്സ് ചെയ്തു, അടുത്ത വെർട്ടെക്സിലെത്തി, അങ്ങനെ പോയി എൻഡ് ചെയ്യുന്ന വേറൊരു വെർട്ടെക്സിൽ. സോ സച്ച് ദാറ്റ് ഈച്ച് എഡ്ജ് ഈസ് ഇൻസിഡൻറ്റ് വിത്ത് ദ വെർട്ടീസസ് പ്രിസീഡിങ് ആൻഡ് ഫോളോയിങ് ഇറ്റ്. അപ്പോൾ ഇടയ്ക്കുള്ളൊരു എഡ്ജ് അതിന് മുമ്പിലുള്ള വെർട്ടീസിനെയും കഴിഞ്ഞുള്ള വെർട്ടീസിനെയും ഇൻസിഡൻ്റ് ആയിട്ടുള്ള എഡ്ജസ് ആയിരിക്കും. ഇനി നോ എഡ്ജ് അപ്പിയേഴ്സ് മോർ ദാൻ വൺസ് ഇൻ എ വാക്ക്. അപ്പോൾ ഒരു വാക്കിൽ ഒരു എഡ്ജ് ഒരു പ്രാവശ്യം വരാൻ പാടുള്ളൂ. ഒരു വെർട്ടെക്സ് മേ ഹൗവർ അപ്പിയർ മോർ ദാൻ വൺസ്. ഇപ്പോൾ എക്സാമ്പിൾ കാണുമ്പോൾ ക്ലിയർ ആവും. ഇത് നമ്മളൊരു ഗ്രാഫ്, ഇതിൻ്റെ അകത്ത് നമ്മളൊരു വാക്കാണ് എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു? V1 എന്ന് പറഞ്ഞാൽ വെർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. എൻഡിങ് എന്താണ്? V5ലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് വിത്ത് വെർട്ടീസസ്. ഇനി അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും എന്ത് വരണം? ഓൾട്ടർനേറ്റ് ആയിട്ട് എഡ്ജസ് വരണം. സോ ഫസ്റ്റ് വെർട്ടെക്സ് എഡ്ജ്, വെർട്ടെക്സ് എഡ്ജ്, വെർട്ടെക്സ് എഡ്ജ്, ആ ഒരു ഫോമിൽ വേണം പോകാൻ. ഇനി ഒരു എഡ്ജും റിപ്പീറ്റ് ചെയ്ത് വരാൻ പാടില്ല. ഇപ്പോൾ എഡ്ജസ് നോക്കിക്കഴിഞ്ഞാൽ A, B, C, D, E, F റിപ്പീറ്റേഷനൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അതാണ് വാക്കിൻ്റെ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് സീക്വൻസ് ആയിരിക്കണം, എന്നുവെച്ചാൽ മാറി മാറി വെർട്ടെക്സും എഡ്ജും. പിന്നെ അതുപോലെ ഒരു എഡ്ജും റിപ്പീറ്റ് ചെയ്ത് വരരുത്. ഒരു വെർട്ടെക്സ് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം വന്നാലും കുഴപ്പമില്ല. ഇനി നമ്മൾ V1 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ V1 കഴിഞ്ഞ് A എന്ന് പറഞ്ഞ എഡ്ജ്. അപ്പോൾ V1 A എന്ന് പറഞ്ഞ എഡ്ജ്. നെക്സ്റ്റ് V2 കഴിഞ്ഞ് B എന്ന് പറഞ്ഞ എഡ്ജ്. സോ V2 B എന്ന് പറയുന്ന എഡ്ജ്. നെക്സ്റ്റ് ഇവിടെ എത്തി V3 C എന്ന് പറഞ്ഞ എഡ്ജ്. സോ V3 C എന്ന് പറഞ്ഞ എഡ്ജ്. സിയുടെ എഡ്ജ് കഴിഞ്ഞാൽ എവിടെ തന്നെ എത്തുക? V3 തന്നെയാണ്. അതുകൊണ്ട് ഒന്നുകൂടി V3 വന്നു. നെക്സ്റ്റ് അവിടെ നിന്ന് D എന്ന് പറയുന്ന എഡ്ജ് V4 സോ D V4 നെക്സ്റ്റ് E V2 E V2 അവിടുന്ന് F V5 F V5. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും V2 രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, V3 രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെർട്ടെക്സുകൾ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം വന്നാൽ കുഴപ്പമില്ല. എഡ്ജസ് പക്ഷേ ഒരു പ്രാവശ്യം വരാൻ പാടുള്ളൂ. സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ ഓപ്പൺ വാക്ക്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വാക്കിൻ്റെ ഒരു ഓൾട്ടർനേറ്റ് പേരാണ് എഡ്ജ് ട്രെയിൻ അല്ലെങ്കിൽ ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു, ഇവിടെ നമുക്കൊരു സീക്വൻസ് ഓഫ് വെർട്ടെക്സ് ആൻഡ് എഡ്ജസ് ആണ് വരിക. അതിൽ ഓരോ എഡ്ജും ആരെയാണ് കണക്ട് ചെയ്യുക? അതിന് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഉള്ള രണ്ട് വെർട്ടീസുകളെ ആയിരിക്കും കണക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ A എന്ന് പറഞ്ഞ എഡ്ജ് V1 എന്ന് പറഞ്ഞ വെർട്ടീസിനെയും V2 എന്ന് പറഞ്ഞ വെർട്ടീസിനെയാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വാക്കിൽ വരുന്ന വെർട്ടെക്സ് ആൻഡ് എഡ്ജസ് എന്തായിരിക്കും? നമുക്ക് ശരിക്കും ഒരു സബ് ഗ്രാഫ് പോലെ തന്നെ ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ഒറിജിനൽ ഗ്രാഫിലെ സെറ്റ് ഓഫ് വെർട്ടീസസിൻ്റെ സെറ്റ് ഓഫ് എഡ്ജസിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും നമ്മളുടെ വാക്കിനുള്ളിൽ ഉണ്ടാവുക. സോ സെറ്റ് ഓഫ് വെർട്ടീസസ് ആൻഡ് എഡ്ജസ് ഇൻ എ വാക്ക് ഫോംസ് എ സബ് ഗ്രാഫ് ഓഫ് ദ ഒറിജിനൽ ഗ്രാഫ്. ഇനി നമ്മൾ ഫസ്റ്റ് വരുന്ന വെർട്ടെക്സിനും ലാസ്റ്റ് വരുന്ന വെർട്ടെക്സിനും ഒരു സ്പെഷ്യൽ പേര് നമ്മൾ കൊടുക്കുന്നുണ്ട്. ദേ ആർ കോൾഡ് ടെർമിനൽ വെർട്ടീസസ്. ഇവിടെ നമ്മുടെ V1 ഇവിടെ V4. ദേ ആർ കോൾഡ് ടെർമിനൽ വെർട്ടീസസ്. ഇനി ഇഫ് ദേ ആർ സെയിം ദ വാക്ക് ഈസ് ക്ലോസ്ഡ്. ഇഫ് ദേ ആർ ഡിഫറെൻറ്റ് ദ വാക്ക് ഈസ് ഓപ്പൺ. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഇപ്പോൾ V1 തുടങ്ങി V5 അവസാനിച്ചത്. അതുകൊണ്ടാണ് നമ്മളതിനെ ഓപ്പൺ വാക്ക് എന്ന് പറഞ്ഞത്. ഇനി V1 തുടങ്ങി V1 തന്നെ അവസാനിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഈസ് കോൾഡ് എ ക്ലോസ്ഡ് വാക്ക്. ഇനി ഒരു വാക്കിൽ തന്നെ നമ്മൾ നേരത്തെ നോക്കിയപ്പോഴത്തേക്കും ഇവിടെ V2 റിപ്പീറ്റ് ചെയ്ത് വന്നു, V3 റിപ്പീറ്റ് ചെയ്ത് വന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ വെർട്ടെക്സിൻ്റെ റെപ്പറ്റീഷനൊന്നും ഇല്ലാത്ത ഒരു വാക്കിന് നമ്മൾ പറയുന്നതാണ് പാത്ത്. അപ്പോൾ ഓപ്പൺ വാക്ക് വെയർ നോ വെർട്ടെക്സ് റിപ്പീറ്റ്സ് ഈസ് കോൾഡ് എ പാത്ത്. അപ്പോൾ രണ്ട് ടേംസിൽ സിഗ്നിഫിക്കൻ്റ് ആണ്. ഒന്ന് ഓപ്പൺ വാക്കാണെന്നുള്ളത് പറഞ്ഞിരിക്കണം, വെർട്ടെക്സ് റെപ്പറ്റീഷൻ ഇല്ല എന്നുള്ളത് പറഞ്ഞിരിക്കണം. അങ്ങനെയുള്ളതിനെ നമുക്ക് പാത്ത് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ V1 A V2 VB V3 D4. അപ്പോൾ ABD എന്ന് പറഞ്ഞ എഡ്ജസ് ആണ്. V1 V2 V3 V4 വേർട്ടീസസ് ആണ്. അപ്പോൾ ഒന്നിലും റെപ്പറ്റീഷൻ വെർട്ടെക്സിന് വന്നിട്ടില്ല, ഓപ്പൺ പാത്ത് ആണ്. എന്ന് വെച്ചാൽ V1 എൻഡ് ചെയ്യുന്നത്. V1 എൻഡ് ചെയ്ത് എന്തായി? ക്ലോസ്ഡ് വാക്കായി. അപ്പോൾ ഇങ്ങനെയുള്ളതിന് നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഈസ് കോൾഡ് എ പാത്ത്. സെക്കൻഡ് വൺ നോക്കിയേ, V1 A V2 B V3 C V3 D V4 E V2 F V5. നമുക്ക് V3യുടെ റെപ്പറ്റീഷനും കാണാം, V2ൻ്റെ റെപ്പറ്റീഷനും കാണാം. കാര്യം V1 തുടങ്ങി V5 അവസാനിക്കുന്നുണ്ട്, ഓപ്പൺ വാക്ക് ഒക്കെയാണ്. പക്ഷേ വെർട്ടെക്സ് V3യും V2യും റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് ദിസ് ഈസ് നോട്ട് എ പാത്ത്. അപ്പോൾ പാത്ത് ആവണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി എ ഓപ്പൺ വാക്ക്. ഓപ്പൺ വാക്ക് എന്ന് പറഞ്ഞാൽ തുടങ്ങിയതോ അവസാനിക്കുന്നതും രണ്ട് വെർട്ടീസുകളിലാവണം എന്ന് മാത്രമല്ല വെർട്ടെക്സിൻ്റെ റെപ്പറ്റീഷനൊന്നും വരാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കതിന് ഒരു പാത്ത് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി ഇപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ നോക്കിയാൽ നമുക്ക് കാണുന്നത് ദാറ്റ് ഈസ് കോൾഡ് എ പാത്ത്. എവിടെ നിന്ന് അങ്ങോട്ടേക്ക്? V1 നിന്ന് നെക്സ്റ്റ് A എന്ന് പറഞ്ഞ എഡ്ജ് V2, ദെൻ B V3, ദെൻ D V4. അപ്പോൾ ഇവിടെ പാത്തിൻ്റെ ലെങ്ത് നോക്കുകയാണെങ്കിൽ 1 2 3. അപ്പോൾ ഇറ്റ്സ് എ പാത്ത് ഓഫ് ലെങ്ത് 3. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് എ പാത്ത്. അപ്പോൾ നമ്മളുടെ ഒരു പാത്തിൽ എത്ര എഡ്ജസ് ഉണ്ടോ അതിൻ്റെ കൗണ്ടിനെയാണ് നമ്മൾ ലെങ്ത് എന്ന് പറയുന്നത്.
ഇനി എ സിംഗിൾ എഡ്ജ് ഇസ് എ പാത്ത് ഓഫ് ലെങ്ത് 1. അപ്പോൾ ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ അത് നമ്മളൊരു പാത്ത് ലെങ്ത് 1 ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ എത്ര എഡ്ജസ് ഉണ്ടോ അത് നമ്മൾ കൗണ്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മളുടെ ലെങ്ത് കിട്ടി. ഇനി സെൽഫ് ലൂപ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ക്യാൻ ബി പാർട്ട് ഓഫ് എ വാക്ക് ബട്ട് നോട്ട് പാർട്ട് ഓഫ് എ പാത്ത്. പാത്തിൽ നമ്മൾ പറഞ്ഞു റിപ്പീറ്റഡ് വേർട്ടീസസ് വരാൻ പാടില്ല. സെൽഫ് ലൂപ്പ് ഉണ്ടെങ്കിൽ നമുക്കവിടെ എന്തായിരിക്കും റിപ്പീറ്റഡ് ആയിട്ടുള്ള വേർട്ടീസ് വരും. അതുകൊണ്ട് അവിടെ V3 വന്നു, C കയറി വീണ്ടും V3 വന്നു, അപ്പോൾ വെർട്ടെക്സ് റെപ്പിറ്റീഷൻ വരും. അപ്പോൾ സെൽഫ് ലൂപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പാത്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിന് പാത്തിൻ്റെ പാർട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ വാക്കിനുള്ളിൽ നമുക്ക് വേണമെങ്കിൽ സെൽഫ് ലൂപ്സ് ഇൻക്ലൂഡ് ചെയ്യാം. ഇനി ഇൻ്റർമീഡിയറ്റ് വെർട്ടീസസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ട്രാവേഴ്സലിന് ഇടയ്ക്ക് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന വേർട്ടീസുകൾ. അപ്പോൾ നമ്മളുടെ ഒരു പാത്ത് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ടെർമിനൽ വേർട്ടീസ് എന്ന് വെച്ചാൽ എന്താ, തുടങ്ങുന്ന ആളും അവസാനിക്കുന്ന ആളും. അതായത് ഈ പറഞ്ഞ കേസിൽ V1ഉം V4ഉം അവിടെ രണ്ടുപേരും ഡിഗ്രി എന്തായിരിക്കും 1 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അവർ ഒരു എഡ്ജ് വഴിയാണ് മാത്രം അങ്ങോട്ടേക്ക് എത്തുള്ളൂ. അപ്പോൾ ഒന്ന് കൂടുതൽ എഡ്ജ് അവിടെ ഇല്ല. പക്ഷേ ഈ V2ഉം V3 നമ്മൾ കൺസിഡർ ചെയ്താലോ, V2 എയിലും ബിയിലും ഇൻസിഡൻ്റ് ആണ്, അപ്പോൾ അതിൻ്റെ ഡിഗ്രി 2 ആണ്. അതുപോലെ V3യുടെ കേസിലും ബിയിലും ഡിയിലും ഇൻസിഡൻ്റ് ആണ്, അപ്പോൾ അതിൻ്റെ ഡിഗ്രിയും 2 ആണ്. അപ്പോൾ നമ്മൾ ഈ V2നെയും V3നെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻ്റർമീഡിയറ്റ് വെർട്ടീസസ്. അപ്പോൾ ഇൻ എ പാത്ത് ടെർമിനൽ വെർട്ടീസസ് ഹാവ് ഡിഗ്രി 1 ആൻഡ് ഇൻ്റർമീഡിയറ്റ് വെർട്ടീസസ് ഹാവ് ഡിഗ്രി 2. അപ്പോൾ എൻ്റെ ഗ്രാഫ് വെച്ചല്ല നമ്മൾ പറയുന്നത്, ഈ ഒരു പാത്ത് മാത്രം വെച്ചിട്ടാണ് പറയുന്നത്. ഈ പാത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ V1ൻ്റെ ഡിഗ്രി 1 ആയിരിക്കും, V4യുടെ ഡിഗ്രി 1 ആയിരിക്കും, അതുപോലെ V2ൻ്റെയും V3യുടെയും ഡിഗ്രി 2 ആയിരിക്കും. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് വെർട്ടീസുകളുടെ ഡിഗ്രി എപ്പോഴും 2 ആയിരിക്കും വിത്ത് റെസ്പെക്ട് ടു എ പാത്ത് ആൻഡ് വിത്ത് റെസ്പെക്ട് ടു നോട്ട് വിത്ത് റെസ്പെക്ട് ടു എ ഹോൾ ഗ്രാഫ് വെച്ചല്ല പറയുന്നത്. ഈ ഒരു പാത്ത് മാത്രം വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ടെർമിനൽ വെർട്ടീസുകളുടെ രണ്ടും ഡിഗ്രി 1 ആയിരിക്കും, ഇൻ്റർമീഡിയറ്റ് വെർട്ടീസുകളുടെ ഡിഗ്രി 2 ആയിരിക്കും. നെക്സ്റ്റ് ടൈം ഈസ് എ സർക്യൂട്ട്. നമ്മൾ നേരത്തെ ഓപ്പൺ വാക്ക് പറഞ്ഞു. ഓപ്പൺ വാക്ക് എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഡിഫറെൻറ്റ് വെർട്ടീസുകളാണെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ക്ലോസ്ഡ് വാക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, വേർ നോ വെർട്ടെക്സ് എക്സെപ്റ്റ് ദ സ്റ്റാർട്ട് ഓർ എൻഡ് റിപ്പീറ്റ്സ് ഈസ് കോൾഡ് എ സർക്യൂട്ട്. സർക്യൂട്ട് എന്ന് വെച്ചാൽ ക്ലോസ്ഡ് വാക്ക് എന്ന് പറഞ്ഞാൽ ഇത് അടഞ്ഞിരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിരിക്കും, തുടങ്ങിയെടുത്ത് തന്നെ അത് അവസാനിക്കും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ എൻഡിങ് വെർട്ടെക്സ് സെയിം ആയിരിക്കണം. അതല്ലാണ്ട് വേറൊരു വെർട്ടെക്സും റെപ്പിറ്റേഷൻ വരാൻ പാടില്ല. ഇപ്പോൾ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ പോയി ഇവിടെ വന്ന് ഇവിടെ വന്ന് ഇവിടെ വന്ന് ഇവിടെ വന്ന് ഇവിടെ വന്ന് തിരിച്ച് നമ്മുടെ സ്റ്റാർട്ടിങ് വെർട്ടെക്സിലെത്തി. സോ ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് നോൺ ഇൻ്റർസെക്റ്റിംഗ് വാക്ക് തന്നെയാണ്, ക്ലോസ്ഡ് വാക്കാണ്. വെർട്ടെക്സ് റെപ്പിറ്റേഷൻ ഉണ്ടാവില്ല എക്സെപ്റ്റ് ഫോർ ദ സ്റ്റാർട്ടിങ് ഓർ എൻഡിങ് വെർട്ടീസ്. അപ്പോൾ 3 ഡിഫറെൻറ്റ് സർക്യൂട്ട്സ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാം. ഇതിലാണെങ്കിൽ 2 വെർട്ടീസുകളേ ഉള്ളൂ, ഒന്ന് ഇങ്ങോട്ട് വന്നു, ഒന്ന് തിരിച്ചിവിടെ തന്നെ എത്തി. ഇവിടെയാണെങ്കിൽ നമ്മളെ സെൽഫ് ലൂപ്പ് പോലെ ഇവിടെ നിന്ന് തുടങ്ങി അവിടെ തന്നെ അവസാനിച്ചു. ഇനി ഇപ്പോൾ ഈ ഗ്രാഫിനുള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു സർക്യൂട്ട് കാണാൻ പറ്റും. സോ V2ൽ നിന്ന് B എന്ന് പറഞ്ഞ എഡ്ജ് വഴി ഇവിടെ എത്തി, V3യിലെത്തി. V3യിൽ നിന്ന് D എന്ന് പറഞ്ഞ എഡ്ജ് വഴി V4ലെത്തി. എന്നിട്ട് E എന്ന് പറഞ്ഞ എഡ്ജ് വഴി V2ലെത്തി. അതായത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തുടങ്ങിയ V2ലായിരുന്നു, നമ്മൾ ഇറങ്ങി അവസാനിച്ചതോടെ തന്നെയാണ് V2ൽ തന്നെയാണ്. സോ സ്റ്റാർട്ടിങ് വെർട്ടെക്സ് ആൻഡ് എൻഡിങ് വെർട്ടെക്സ് ആർ ദ സെയിം. അപ്പോൾ നമുക്കത് ക്ലോസ്ഡ് വാക്കാണ് അല്ലെങ്കിൽ സർക്യൂട്ടാണെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഇതിനുള്ളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വെർട്ടെക്സിന് റെപ്പിറ്റേഷൻ ഒന്നും കാണുന്നില്ല. V2 കഴിഞ്ഞു, V3 കഴിഞ്ഞു, V4 വന്നു, റെപ്പിറ്റേഷൻ ഒന്നും ഇല്ല. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് പറയാം, ദിസ് ക്യാൻ ബി കോൾഡ് ആസ് എ സർക്യൂട്ട് അല്ലെങ്കിൽ ക്ലോസ്ഡ് വാക്ക് ഇൻ വിച്ച് നോ വെർട്ടെക്സ് റെപ്പിറ്റേഷൻ ഒക്കേഴ്സ് എക്സെപ്റ്റ് ഫോർ ദ ടെർമിനൽ വെർട്ടീസ്. ഇനി എവരി വെർട്ടെക്സ് ഇൻ എ സർക്യൂട്ട് ഹാസ് ഡിഗ്രി 2. അപ്പോൾ ഇവിടെ നമ്മുടെ സർക്യൂട്ടിനുള്ളിൽ ഓരോന്നിനും ഡിഗ്രി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ V2ൻ്റെ ഡിഗ്രി എന്തായിരിക്കും, V2ൽ B എന്ന് പറഞ്ഞ എഡ്ജും ഉണ്ട്, E എന്ന് പറഞ്ഞ എഡ്ജും വരുന്നുണ്ട് ഇല്ലേ, അപ്പോൾ അതിൻ്റെ ഡിഗ്രി 2 ആയിരിക്കും. V3യുടെ കേസിലും സർക്യൂട്ടിലെ ഈ എഡ്ജും ഉണ്ട്, ഈ എഡ്ജും ഉണ്ട്, അതിൻ്റെ ഡിഗ്രിയും 2 ആയിരിക്കും. അപ്പോൾ സർക്യൂട്ടിൻ്റെ വേറൊരു പേരാണ് സൈക്കിൾ അല്ലെങ്കിൽ എലമെൻ്ററി സൈക്കിൾ അല്ലെങ്കിൽ സർക്കുലർ പാത്ത് എന്നൊക്കെ പറയും. ഇനി ഒരു സർക്യൂട്ട് ഒരു ലാർജർ ഗ്രാഫിൻ്റെ ഒരു പോർഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഒരു പാർട്ടായിരിക്കും. അപ്പോൾ ഡിഗ്രീസ് നമ്മൾ എങ്ങനെയായിരിക്കും കൗണ്ട് ചെയ്യുക, കൗണ്ടഡ് ഓൺലി ഫ്രം ദ എഡ്ജസ് ഇൻസൈഡ് ദ സർക്യൂട്ട്. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഡിഗ്രി നമ്മൾ നോക്കുമ്പോൾ ഈ സർക്യൂട്ടിനുള്ളിലുള്ള എഡ്ജസ്, അപ്പോൾ ഇവിടെ നിന്നാണെങ്കിൽ 2 എഡ്ജ്, ഇവിടെ നിന്നാണ് 2 എണ്ണം, ഇവിടെ നിന്നാണെങ്കിൽ 2 എണ്ണം. ഇനി അതുപോലെ തന്നെ ഓരോ സെൽഫ് ലൂപ്പും ഒരു സർക്യൂട്ടാണ്. അപ്പോൾ ഈ ഒരു സെൽഫ് ലൂപ്പ് എന്തായിരിക്കും, ദാറ്റ് ഈസ് എ സർക്യൂട്ട്. നേരത്തെ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ദിസ് ഈസ് എ സർക്യൂട്ട്. ബട്ട് നോട്ട് എവറി സർക്യൂട്ട് ഈസ് എ സെൽഫ് ലൂപ്പ്. അപ്പോൾ ഈ നെക്സ്റ്റ് നമ്മൾ വാക്ക് പാത്ത് സർക്യൂട്ട് എല്ലാം കൂടി ഒന്ന് കമ്പൈൻ ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നതാണ്. ഫസ്റ്റ് സബ് ഗ്രാഫ് ഓഫ് G എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മളുടെ G എന്ന് പറഞ്ഞ ഗ്രാഫ്, അതിലെ ഏതെങ്കിലും എഡ്ജസിൻ്റെ ഒരു കളക്ഷൻ അല്ലെങ്കിൽ ഈ കളക്ഷൻ ഓഫ് എഡ്ജസ്, അതാണ് നമ്മളുടെ സബ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി സബ് ഗ്രാഫിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാക്ക് കണ്ടുപിടിക്കാൻ പറ്റും. വാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, എ നോൺ എഡ്ജ് റീട്രേസിങ് സീക്വൻസ് ഓഫ് എഡ്ജസ് ഇൻ G. അപ്പോൾ നമ്മളുടെ ഗ്രാഫിലെ ഈ G എന്താണോ, ഈ Gയിലെ എഡ്ജസിൻ്റെ ഒരു സീക്വൻസ് ആണ് വരിക. അതിനകത്ത് വേർട്ടെക്സിന് എഡ്ജസിനെ ഓൾട്ടർനേറ്റ് ചെയ്ത് വരും. പക്ഷേ എന്നിട്ട് നമ്മൾ ഒരിടത്ത് തുടങ്ങി ഒന്നുകിൽ വേറൊരിടത്ത് അവസാനിക്കും അല്ലെങ്കിൽ സെയിം സ്ഥലത്ത് അവസാനിക്കും. ഇനി വാക്കിന് നമുക്ക് 2 രീതിയിൽ പറയാം, ക്യാൻ ബി എ പാത്ത് ഓർ എ സർക്യൂട്ട്. പാത്ത് ആവുന്ന എപ്പോഴാണ്, എ നോൺ ഇൻ്റർസെക്റ്റിംഗ് ഓപ്പൺ വാക്ക്.
അപ്പോൾ ഓപ്പൺ വാക്ക് ആവണം, നോൺ ഇൻ്റർസെക്റ്റിംഗ് ആവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം, പാത്ത് എന്ന് പറയാം. എന്ന് വെച്ചാൽ പാത്തിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു വെർട്ടെക്സുകളൊന്നും ഒന്നിൽ കൂടുതൽ പ്രാവശ്യം വരാൻ പാടില്ല. അതുപോലെ ഓപ്പൺ വാക്കും ആയിരിക്കണം, തുടങ്ങിയിടത്തായിരിക്കില്ല അവസാനിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നെ പാത്ത് എന്ന് പറയാം. ഇനി സർക്യൂട്ട് ആണെങ്കിൽ എന്തായിരിക്കും, ഇറ്റ്സ് എ നോൺ ഇൻ്റർസെക്റ്റിംഗ് ക്ലോസ്ഡ് വാക്ക്. ക്ലോസ്ഡ് വാക്ക് എന്ന് പറയുമ്പോൾ എന്തായാലും തുടങ്ങിയിടത്ത് തന്നെ അവസാനിക്കണം. അപ്പോൾ ഏത് വെർട്ടെക്സ് തുടങ്ങി അവിടെ തന്നെ അവസാനിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു നോൺ ഇൻ്റർസെക്റ്റിംഗ് ക്ലോസ്ഡ് വാക്കിനെയാണ് നമ്മൾ സർക്യൂട്ട് എന്ന് പറയാം. അപ്പോൾ ഇതാണ് നമ്മളിതിപ്പോൾ പറഞ്ഞ ടേംസിലാണ് കൺസോളിഡേറ്റ് ചെയ്ത് വോക്സ്, പാത്ത്, സർക്യൂട്ട്,